ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 62-ാം എപ്പിസോഡ്. മറിയത്തിൻ്റെ സ്കൂളിലിരുന്ന് ക്രിസ്തുവിൻ്റെ മുഖത്തെക്കുറിച്ച് ധ്യാനിക്കുക. അതാണല്ലോ തിരുവചന ജപമാല അഥവാ തയോത്തോക്കസിൻ്റെ വചനക്കൊന്ത. 2033 എന്ന മഹാജൂബിലി വത്സരത്തെ എതിരേൽക്കാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം 2000 വർഷം തികയുന്ന 2033 ആ വത്സരത്തെ എതിരേൽക്കാൻ നമ്മൾ നവവത്സര ധ്യാനത്തിലാണ്. 9 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനത്തിൽ. അതിൽ ബുധൻ ശനി ദിവസങ്ങളിൽ നമ്മൾ മറിയത്തിൻ്റെ കലാലയത്തിലിരുന്നാണ് ധ്യാനിക്കുന്നത്. അതിൽ നമ്മൾ ഒരു ആരംഭ ധ്യാനമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് തിരുവചന ജപമാല അല്ലെങ്കിൽ തയോത്തോക്കസിൻ്റെ വചനക്കൊന്ത എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ നമ്മൾ സാധാരണ ജപമാല തന്നെ തിരുവചനത്തെ അടിസ്ഥാനമാക്കി ചൊല്ലുന്ന ഒരു പുസ്തകമാണത്. ഈ ജപമാലയിൽ നമ്മൾ അനേക പ്രാവശ്യം ആവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതിൽ അഭിസംബോധന കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ യാചന അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നാണ്. 2-ാം പ്രമാണത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു യാചനയാണിത്. കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത്. അപ്പോൾ കർത്താവിൻ്റെ നാമം, അങ്ങയുടെ നാമം പൂജിതമാകണമേ. എന്താണ് ഈ നാമം? എന്താണ് പൂജിതമാകൽ? അതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാമത്തെക്കുറിച്ചുള്ള ദൈവനാമം, യാഹ്വേ എന്ന ദൈവനാമം, അതേക്കുറിച്ചുള്ള ധ്യാനം നമ്മൾ കുറേ എപ്പിസോഡുകൾ പിന്നിട്ടു. നമ്മൾ കഴിഞ്ഞ ധ്യാനത്തിൽ കണ്ടത് മോശയ്ക്ക് വെളിപ്പെടുത്തിയ എഹിയെ അഷറഹിയെ, അതിൻ്റെ തേർഡ് പേഴ്സൺ യാഹ്വേ, അതിന് യെശയ്യാ പ്രവാചകൻ കൊടുത്ത പുതിയൊരു നിർവചനം, അതിൻ്റെ ഒരു പുനരാഖ്യാനം, അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഈ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയ യാഹ്വേ എന്ന നാമവും അതിന് യെശയ്യാ പ്രവാചകൻ കൊടുത്ത പുനരാഖ്യാനവും അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ എത്തുന്നത്. പുതിയ നിയമത്തിൽ യേശു തന്നെ അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഇത് ഞാനാണ്. ഏഗോ എയ്മി എന്നാണ് ഗ്രീക്കിൽ. ഐ ആം, അല്ലെങ്കിൽ ഐ ആം ഹു ആം, ഓർ ഇറ്റ്സ് ഐ. ഇത് ഞാനാണ്, അല്ലെങ്കിൽ ഞാനാണ്, അല്ലെങ്കിൽ ഞാനായിരിക്കുന്നവൻ, അല്ലെ ആയിരിക്കുന്നവൻ ഞാനാണ്. ഇത് ഞാനാണ് എന്ന് യേശു പറയുമ്പോൾ ദൈവനാമം, അതായത് മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയ നാമം, അത് യെശയ്യാ പുനരാഖ്യാനം ചെയ്തത്, അതെല്ലാം തന്നിലേക്ക് കൊണ്ടുവന്ന് താൻ തന്നെയാണ് ഈ ദൈവനാമം എന്ന് അവതരിപ്പിക്കുകയാണ്. മുൾപ്പടർപ്പിലെ സംഭവത്തിൽ പ്രത്യക്ഷപ്പെട്ടതും ബാബിലോണിയയിലെ പ്രവാസകാലത്ത് യെശയ്യാ പ്രവാചകൻ പുനരാഖ്യാനം ചെയ്തതുമായ ആ ഞാനാണ് എന്ന, അതായത് മറ്റെല്ലാ ദേവന്മാരും അന്യം നിന്ന് പോകുമ്പോഴും നശിച്ചു പോകുമ്പോഴും എന്നും നിലനിൽക്കുന്നവനായിട്ട് ഒരേ ഒരു ദൈവമുള്ളൂ, ആ ദൈവം യാഹ്വയാണ് എന്ന് പുനരാഖ്യാനം ചെയ്തു. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് യെശയ്യാ പ്രവാചകൻ. അതെല്ലാം തന്നിലേക്ക് തന്നെ കൊണ്ടുവന്ന് യേശു പറയാണ് ഇത് ഞാനാണ്. മറ്റൊരു പുതിയ നിയമ രചയിതാക്കളും രേഖപ്പെടുത്താത്തതും അതേസമയം യോഹന്നാൻ വളരെ ശക്തമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നതുമായ ഒരു സംഗതിയാണ് യേശു തന്നെ അവതരിപ്പിച്ചത് ഇത് ഞാനാണ്. മറ്റ് സുവിശേഷങ്ങളിലൊക്കെ ഉണ്ടത്. ഈ വെള്ളത്തിന് മീതെ നടക്കുന്ന കർത്താവ്, കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുന്ന കർത്താവ് രംഗത്തൊക്കെ ഉണ്ട്. എങ്കിലും ഒരു സവിശേഷമായ രീതിയിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലുണ്ട്. അതിന് കാരണമുണ്ട്. ഈ മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷങ്ങളിൽ നാം കാണുന്നത് യേശു പൊതുജനത്തോട് പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് പ്രധാനമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാനാകട്ടെ ഇന്നർ സർക്കിളിൽ കർത്താവിൻ്റെ ഏറ്റവും അടുപ്പത്തിലുള്ള സ്ലേഖന്മാർക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 പേർക്ക് വെളിപ്പെടുത്തിയത്, അല്ലെങ്കിൽ യോഹന്നാന് മാത്രം വെളിപ്പെടുത്തിയത്. യേശു സ്നേഹിച്ച ശിഷ്യൻ, അവൻ നെഞ്ചിലേക്ക് ചാരിക്കിടന്നവൻ, ആ അർത്ഥത്തിലൊക്കെ യേശുവിൻ്റെ ഏറ്റവും അഗാധ വെളിപ്പെടുത്തലുകൾ കിട്ടിയ 3 വ്യക്തികളാണ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അതിൽ യോഹന്നാൻ പ്രത്യേകമായിട്ട് കിട്ടിയിരുന്നു. യോഹന്നാൻ്റെ അപ്പൻ സെബദി യെറൂസലേമിൽ പുരോഹിതനായിരുന്നു. അപ്പോൾ ദൈവശാസ്ത്രപരമായ ഭാഷയൊക്കെ യോഹന്നാന് കുറേ കൂടി വശമുണ്ടായിരുന്നു മറ്റുള്ളവരെ അപേക്ഷിച്ച്.
അപ്പോൾ യോഹന്നാനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് ഈ ഇന്നർ സർക്കിളിൽ, ആന്തരിക വൃത്തത്തിനുള്ളിൽ ഏറ്റവും അടുപ്പം സൂക്ഷിച്ച സ്ലീഹന്മാർക്ക് വെളിപ്പെടുത്തിയ വെളിപാടുകളാണ്. അവിടെ അവർക്കാണത് ആ വെളിപാടിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇത് ശക്തമായിട്ട് കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി. ഏറ്റവും ഇന്നർ സർക്കിളിലുള്ള, ആന്തരിക വൃത്തത്തിലുള്ള ഏറ്റവും അടുപ്പക്കാരോട് കർത്താവ് വെളിപ്പെടുത്തിയ കാര്യം യോഹന്നാൻ ശക്തമായിട്ട് അവതരിപ്പിക്കുകയാണ്. അതിനോട് ചേർന്ന് പോകുന്നൊരു സംഗതിയാണ് യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന. അതും യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലാണ്. ആ പ്രാർത്ഥനയുടെ കേന്ദ്രം മുഴുവൻ നാമത്തെ പറ്റിയാണ്. യോഹന്നാൻ അതിങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. യോഹന്നാൻ 17:6, 11, 12, 30, 26 ഈ വചനങ്ങളിലൊക്കെ ഒരു പല്ലവി പോലെ നാമം എന്ന ആശയം വരികയാണ്, ദൈവത്തിൻ്റെ നാമം എന്ന ആശയം വരികയാണ്. അതിൽ 6-ാമത്തെ വാക്യത്തിൽ 17:6, യോഹന്നാൻ 17:6 നമ്മൾ കാണുകയാണ്, ലോകത്തിൽ അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി. 17:26 നമ്മൾ പറയാണ്, അങ്ങയുടെ നാമം ഞാൻ അവരെ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും ഇത് അറിയിക്കും. മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവനാമം പുറപ്പെടുവിക്കുന്ന മുൾപ്പടർപ്പായിട്ട് ക്രിസ്തു സ്വയം ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവനാമം വെളിപ്പെടുത്തുന്ന മുൾപ്പടർപ്പായി ക്രിസ്തു സ്വയം മാറുകയാണ്. അങ്ങനെ ഈ പുറപ്പാട് നാളുകളിൽ ഇത് ഞാനാണ്, ആയിരിക്കും ഞാനാണ് എന്ന് പറഞ്ഞതും ബാബിലോൺ പ്രവാസകാലത്ത് യെശയ്യാ പ്രവാചകൻ പുനരാഖ്യാനം ചെയ്തതുമായ ദൈവനാമമായ ഞാനാണ് അല്ലേ, ഞാൻ അവൻ അല്ലേ, ഞാനാണ് അവൻ. ആ ദൈവനാമം ക്രിസ്തുവാണ്, താൻ തന്നെയാണ് എന്ന് താതാത്മ്യപ്പെടുത്തി ക്രിസ്തു അവതരിപ്പിക്കുകയാണ്. അത് ഞാനാണ്, ആ ദൈവനാമം ഞാനാണ്. യേശു തന്നെ ഇങ്ങനെ ആവിഷ്കരിക്കുന്നതിനാൽ യേശു തന്നെയാണ് ദൈവനാമം. ദൈവത്തിൻ്റെ ഈശ്വര സ്തുതി എന്ന് പറയുന്നത് യേശുവാണ്. ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്ന യേശു തന്നെയാണ് നമുക്ക് ആമന്ത്രത്തിനായുള്ള മന്ത്രം ജപിക്കാനുള്ള ദൈവനാമം. ദൈവം കുടിയിരിക്കുന്ന യേശു തന്നെയാണ് നമുക്ക് മന്ത്രം പോലെ ചൊല്ലാനുള്ള ദൈവനാമം. നാമത്തെക്കുറിച്ചുള്ള ഒരു ഒരു സങ്കല്പം തന്നെ തീർത്തും പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ദൈവനാമം ഇനി മുതൽ ഒരു വാക്കല്ല, ഒരാളാണ്, യേശു എന്ന വ്യക്തിയാണ്. യേശു പുതിയ മോശയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞു. പുതിയ മുൾപ്പടപ്പായി പ്രത്യക്ഷപ്പെടുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ എരിയുന്ന മുൾപ്പടപ്പിന് മുമ്പിൽ അത്ഭുത പരതന്ത്രനായി നിന്ന മോശയിൽ ആരംഭിച്ചത് എന്തായിരുന്നുവോ അതിവിടെ പൂർത്തിയാക്കപ്പെടുകയാണ് പുതിയ മോശയായ യേശുവിൽ. ദൈവം തൻ്റെ അതുല്യ നാമം മോശയ്ക്ക് വെളിപ്പെടുത്തി. ആ നാമം ഒരു വെറും വാക്കല്ലായിരുന്നു, ഒരു വാക്കല്ല, അത് വാക്കിലും അതീതമായിരുന്നു. അത് അതുല്യമായ നാമമായിരുന്നു. നാമത്തനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് തനിമയുള്ളൊരു നാമം. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ ദൈവം തന്നെ മനുഷ്യനെ അനുവദിക്കുകയാണ്. തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ ദൈവം തന്നെ മനുഷ്യനെ അനുവദിക്കുകയാണ്. ഇസ്രായേലുമായി ദൈവം കൂട്ടായ്മയിലായി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. കാലക്രമേണ ഇസ്രായേലിൻ്റെ വിശ്വാസ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ നാമം എന്നത്, ആ ദൈവത്തിൻ്റെ നാമം എന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ അന്തരാമ്യത. അതായത് ദൈവം ഇമ്മനൻ്റ് ആണ്, ഈ ലോകത്തിൽ അവനുണ്ട്, അവൻ ഹാജരുണ്ട്, അവൻ സാന്നിധ്യമുണ്ട് എന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ദൈവനാമം, ദൈവത്തിൻ്റെ നാമം ഇല്ലേ, ദൈവത്തിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ദൈവം ഇഹലോകത്ത് സന്നിഹിതനാണ്, സവിശേഷമായ രീതിയിൽ സന്നിഹിതനാണ്. ദൈവം എല്ലായിടത്തുണ്ടെന്ന് പറയുന്ന പോലെ അല്ല, അതിനേക്കാളും വളരെ മൂർത്തമായ തോതിൽ ദൈവം ഈ ഇസ്രായേലിൻ്റെ ഇടയിൽ ഈ ലോകത്തിൽ സന്നിഹിതനാണ് എന്നാണ് ദൈവത്തിൻ്റെ നാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവം പൂർണ്ണമായി അവിടെ സന്നിഹിതനായിരുന്നെങ്കിലും അവൻ അപരിമയനായിട്ട് നിലകൊള്ളുന്നു, ട്രാൻസെൻഡൻ്റ്. അവൻ ഇല്ലേ ഇഹലോകത്താണെങ്കിലും ഇഹലോകത്തിന് അതീതമായി നിലകൊള്ളുന്നു. ഭൗതിക ലോകത്തെയും മനുഷ്യത്വത്തെയും അതിശയിക്കുന്നവനായി, അവയ്ക്കെല്ലാം അതീതനായി, എന്നാൽ മനുഷ്യരുടെ ഇടയിൽ അവിടെ ഭൂമിയിൽ പൂർണ്ണമായി സന്നിഹിതനായി. ഇതാണ് ഈ അന്തര്യാമി, അതേസമയം അപരിമേയൻ, ട്രാൻസെൻഡന്റ് ആൻഡ് ഇമ്മനന്റ്. ഇത് ഒരേ സമയത്ത് വെളിപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ നാമം. ദൈവം ലോകത്തിന് അതീതനാണ്, മനുഷ്യർക്ക് അതീതനാണ്, എന്നാൽ
മനുഷ്യരുടെ ഇടയിലുണ്ട്, ലോകത്തിലുണ്ട്. അത് ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നവർ ദൈവം ആത്മാവായിരിക്കുന്നുണ്ടുള്ള ആ എന്താ പറയുക സാർവലൗകികത, സർവ്വലോകത്തിലും സർവ്വജനത്തിനിടയിലും അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മൂർത്തമായ രൂപത്തിൽ ഇസ്രായേലിനിടയിൽ അവൻ്റെ നാമം അവൻ സ്ഥാപിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ദൈവത്തിൻ്റെ മൂർത്തമായ സാന്നിധ്യത്തെയാണ് ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത്. തൻ്റെ നാമം സ്ഥാപിക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് യെരൂശലേം ദേവാലയമെന്ന് നിയമാവർത്തന ഗ്രന്ഥം 12:11 പറയുന്നുണ്ട്. എങ്കിലും ദൈവം അവിടെ വസിക്കുന്നു അല്ലെങ്കിൽ അവിടെ വസിക്കണമെന്ന് പറയാൻ ഇസ്രായേൽക്കാർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അനാദിയും അനന്തനും അപരിമേയനുമായ ദൈവം ലോകത്തിന് അതീതനാണെന്ന് അവർക്കറിയാമായിരുന്നു. എന്നിട്ടും അവൻ അവിടെ പൂർണ്ണമായി സന്നിഹിതനായി. എവിടെ? യെരൂശലേം ദേവാലയത്തിൽ അവൻ നാമം സ്ഥാപിച്ചു. അതിനെയാണ് അവൻ തൻ്റെ നാമം അവിടെ സ്ഥാപിച്ചു എന്ന് അവർ പറയുന്നത്. അവൻ സത്യത്തിൽ അവിടെ സന്നിഹിതനാണ്, എന്നാൽ നമുക്ക് കയ്യെത്തിച്ച് പിടിക്കാൻ പറ്റാത്ത വിധം അപരിമേയനുമാണ്. ലോകത്തെ തൻ്റെ കരവലയത്തിലാക്കി തൻ്റെ മാറോട് ചേർത്ത് വെക്കുന്നവനാണ് ദൈവം. അത് ഇസ്രായേലിന് അറിയാം. ദൈവത്തിൻ്റെ നാമം എന്നാൽ ദൈവം തന്നെ നമുക്ക് വരമായി തരുന്ന ദൈവ സാന്നിധ്യമാണ്. അത് ദൈവം ആത്മാവായത് കൊണ്ട്, ദൈവം എല്ലായിടത്തും ഉള്ളത് കൊണ്ടുള്ള സാന്നിധ്യം മാത്രമല്ല, ദൈവം മൂർത്തമായ രൂപത്തിൽ യെരൂശലേം ദേവാലയത്തിൽ സന്നിഹിതനായിരുന്നു. ആ സ്നേഹ സാമീപ്യം മറ്റൊരു സജീവ സാന്നിധ്യമായിട്ട് യെരൂശലേം ദേവാലയത്തിലുണ്ടായിരുന്ന അവൻ്റെ നാമം അവൻ സ്ഥാപിച്ചു. അത് സജീവ സാന്നിധ്യമായി, സജീവ ആളായി യേശു എന്ന ആളിൽ വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയത്തിലുള്ള സാന്നിധ്യം മാത്രമല്ല, അതായിരുന്നു. പക്ഷെ അതിനേക്കാളും ശക്തമായിട്ട് പറയാണ്, അതൊരാളാണ്. യേശു എന്ന ആളാണ്. ഇനിയും ഞാൻ അപ്പോൾ വെളിപ്പെടുത്തുമെന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ. ഇല്ലേ, നിന്റെ നാമം ഞാൻ വെളിപ്പെടുത്തി, ഇനിയും വെളിപ്പെടുത്തും. ഇനിയൊരു ആർഭാടമായ രീതിയിൽ വളരെ ആഘോഷപൂർവ്വമായി വേറൊരു നാമം വെളിപ്പെടുത്തുമെന്നല്ല അതിനർത്ഥം. മറിച്ച് ഈ വെളിപാട് തുറന്നുകൊണ്ടിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ നാമം നാമത്തിൻ്റെ വെളിപാട് യേശു തുടർന്നുകൊണ്ടിരിക്കുന്നു സഭയിൽ. മുമ്പെങ്ങുമില്ലാത്ത വിധം, അതുല്യമായ വിധം ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിക്കുമെന്ന് യേശു വെളിപ്പെടുത്തുന്നു. അത് തന്നെ സാന്നിധ്യത്തിലാണ്. ദൈവം തന്നെ പൂർണ്ണമായി മനുഷ്യരുടെ ലോകത്തിന് പങ്കുവെക്കുന്നു. അതുകൊണ്ടാണ് യേശുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുന്നത്. യോഹന്നാൻ 14:10. യേശുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. യോഹന്നാൻ 14:10. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നാണ് യേശു പറയുന്നത്. ഇപ്പം നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഇപ്പം ഇനി യേശുവിനെ കാണാൻ പറ്റുമോ? ഇപ്പോൾ യേശുവിനെ കാണാൻ പറ്റുമോ? പറ്റും. അന്ന് മനുഷ്യരൂപത്തിൽ കാണപ്പെട്ട യേശു ദൈവമാണെന്ന് വിശ്വസിച്ചില്ലേ കുറേ പേര്? ഇന്ന് അപ്പത്തിൻ്റെ രൂപത്തിൽ കാണുന്ന അവൻ യേശുവാണെന്ന് വിശ്വസിക്കുന്നു. എന്താ വ്യത്യാസം? അന്ന് യേശുവിനെ നോക്കിയപ്പോൾ അവനൊരു മനുഷ്യനായിട്ടാണ് കണ്ടത്. ദൈവം മനുഷ്യനായി വന്നതുകൊണ്ട് അവർ നോക്കുന്നവർക്ക് പെട്ടെന്ന് ദൈവമാണെന്നൊന്നും കാണാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ അവൻ ദൈവമായിരുന്നു. ഇപ്പോൾ യേശുവിനെ കാണുന്നത് കുർബാനയിലാണ്. സവിശേഷമായ കുർബാനയിൽ, കൂദാശകളിലൊക്കെ ഉണ്ട് സവിശേഷമായ കുർബാനയിൽ. അപ്പോൾ ഇന്ന് യേശുവിനെ കാണുന്നത് കൗദാശിക രൂപത്തിലാണ്. കൗദാശിക രൂപത്തിൽ യേശുവിനെ കാണുമ്പോൾ അപ്പത്തിൻ്റെ രൂപത്തിൽ കാണുന്നത് അത് ദൈവമാണെന്ന് വിശ്വസിക്കാൻ, അന്ന് മനുഷ്യനായി കണ്ട ആ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എന്തുമാത്രം വിശ്വാസത്തിൻ്റെ വെല്ലുവിളി ഉണ്ടായിരുന്നോ അത്ര തന്നെ വെല്ലുവിളിയുണ്ട് ഇപ്പോൾ ഈ അപ്പം യേശുവാണെന്ന് വിശ്വസിക്കാൻ. കുർബാന എന്ന് പറഞ്ഞ ആ തിരുവോസ്തി യേശുവാണെന്ന് വിശ്വസിക്കാൻ അതേ വെല്ലുവിളിയുണ്ട്. അന്ന് അവർ കണ്ടത് മനുഷ്യനെയാണ്, പക്ഷെ ദൈവമായിരുന്നു. ആ മനുഷ്യൻ ദൈവമായിരുന്നു, ആ ദൈവം മനുഷ്യനായിരുന്നു യേശു. ഇന്ന് നമ്മൾ കാണുന്നത് അപ്പമാണ്, പക്ഷെ അത് യേശുവാണ്. ഉത്ഥാനം ചെയ്ത യേശുവാണ്, ഉയർപ്പിക്കപ്പെട്ട യേശുവാണ്. അപ്പോൾ അന്ന് ഇപ്പം ഈ അപ്പം ഈ യേശുവാണ്, തിരുവോസ്തി എന്ന് പറയുന്ന വിശുദ്ധ കുർബാന എന്ന് പറയുന്ന യേശുവാണെന്ന് വിശ്വസിക്കാനുള്ള എന്ത് മാത്രം വെല്ലുവിളിയുണ്ടോ അതേ വെല്ലുവിളി തന്നെ അക്കാലത്തുണ്ടായിരുന്നു. യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നു. അപ്പം എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് അതിനർത്ഥം എന്നെ കൂദാശിയിൽ കാണുന്നവൻ എന്ന് തന്നെയാണ്. വിശുദ്ധ കുർബാനയിൽ എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എന്ന് തന്നെയാണ്. പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ ഒരു ആന്തരിക സാന്നിധ്യം അല്ലെങ്കിൽ അന്തരാമിത്യം ഇല്ലേ, വചനത്തിൻ്റെ രൂപത്തിലും പിന്നെ ആരാധനാനുഷ്ഠാനങ്ങളിലെ രൂപത്തിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട് പഴയ നിയമത്തിലൊക്കെ. എന്നാൽ യേശു എന്ന വ്യക്തിയിൽ അത് മൂർത്ത രൂപം പ്രാപിക്കുകയും കൗദാശികമായിട്ട് സഭയിൽ സന്നിഹിതമാകുകയും ചെയ്തിരിക്കുന്നു.
അപ്പൊ നമ്മുടെ ഉണ്മയുടെ ഉള്ളിൽ സജീവ സന്നിധ്യമായിട്ട് വരാൻ അവന് കഴിയുന്ന തരത്തിൽ അവൻ കുർബാനയിൽ സന്നിഹിതനാണ്. ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനായി തീർന്ന് നമ്മുടെ ഉണ്മയുടെ ഉള്ളിൽ സജീവ സാന്നിധ്യമായി തീർന്നിരിക്കുന്നു. യേശുവിൽ ദൈവം നമുക്ക് സത്യമായും നമ്മോട് കൂടെയുള്ള ദൈവമാണ്. ദൈവം നമ്മോട് കൂടെയാണ്, ഇമ്മാനുവേലാണ്. നാമരൂപങ്ങൾക്ക് അതീതനായ ദൈവം മനുഷ്യനെന്ന നവ്യമായ ഉണ്മയായി തീർന്ന് ആ മനുഷ്യാവതാരത്തിൻ്റെ പെർപ്പച്വേഷൻ, അതിൻ്റെ തുടർച്ച, അത് നൈരന്തര്യമാക്കുക. അതാണ് കുറച്ചുകൂടെ നല്ല വാക്ക്, നൈരന്തര്യമാക്കുക. അതാണ് വിശുദ്ധ കുർബാന. ദൈവം ഇപ്പോൾ മനുഷ്യനാണ്. ആ ദൈവം മനുഷ്യനായ ആള് ഇപ്പോൾ വിശുദ്ധ കുർബാനയാണ്. മനുഷ്യനായി തീർന്ന ദൈവം സകല മാനവജാതിക്കും ഒരു മഹൽ സംഭവമായി മാറുകയാണ് തൻ്റെ ബലിയിലൂടെ, ഈ കുരിശിലെ ബലി. ആ ബലി കഴിഞ്ഞ്, മരണം കഴിഞ്ഞ് അവൻ അടക്കപ്പെട്ടു, അവൻ ഉത്ഥാനം ചെയ്തു. അപ്പോൾ എല്ലാ മനുഷ്യരെയും പുതിയ ദേവാലയമായ തൻ്റെ തിരുശരീരമാക്കി മാറ്റാൻ അവന് കഴിയുന്നു. അതാണ് ഉത്ഥിതനായ കർത്താവ് ചെയ്തത്. അപ്പോൾ നാമം വെളിപ്പെടുത്തുന്നത് ഒരു കാര്യം ദൃഢീകരിക്കാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമാണ് ഞാൻ നാമം വെളിപ്പെടുത്തുന്നത്. പുതിയൊരു നാമമല്ല, ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരായിരിക്കേണ്ടതിനുമാണ് അങ്ങ് എനിക്ക് നൽകിയ നാമം, യാഹ്വേ എന്ന നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത സൃഷ്ടിയുടെയും സമൂല പരിവർത്തനമാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ദൈവം നാമം പൂജിതമാകണമെന്ന് പറയുമ്പോൾ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? അവിടുന്ന് ക്രിസ്തു പറയാണ്, അവിടുന്ന് അങ്ങ് പിതാവ് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാകേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമാണ് ഞാൻ അങ്ങയുടെ നാമം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത സൃഷ്ടിയുടെയും സമൂല പരിവർത്തനമാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു ലക്ഷ്യമിടുന്നതും നാം ലക്ഷ്യം വെക്കേണ്ടതും. ക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ പൂർണ്ണമായും നവ്യമായ വിധത്തിൽ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ യഥാർത്ഥ വാസസ്ഥാനമായി മാറുന്നതിന് വേണ്ടിയാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് നമ്മൾ പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ക്രിസ്തുവുമായുള്ള ഐക്യത്തിൽ പൂർണ്ണമായും പുതിയ രൂപത്തിൽ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ യഥാർത്ഥ വാസസ്ഥാനമായി മാറുന്നതിന് വേണ്ടിയാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മോട് പറഞ്ഞത്. ക്രിസ്തുവെന്ന ആള് തന്നെയാണ് ദൈവത്തിൻ്റെ നാമം എന്ന് നമ്മൾ പറഞ്ഞു. ആ ക്രിസ്തുവിലൂടെ ദൈവം പൂർണ്ണമായും നവ്യമായ വിധത്തിൽ, പുതുവായ രൂപത്തിൽ ലോകത്തിൽ മുഴുവനും നമ്മിലും സന്നിഹിതമായി അങ്ങനെ അവനിലേക്ക് രൂപാന്തരപ്പെട്ട് അങ്ങനെ പ്രപഞ്ചം മുഴുവൻ സമൂലമായി പരിവർത്തനം ചെയ്യപ്പെടണം. അങ്ങനെ ഈ പ്രപഞ്ചം തന്നെയും സമൂലമായി പരിവർത്തനം ചെയ്യപ്പെടുന്നതാണ് ലോകാവസാനം. അപ്പോൾ ആ ലോകാവസാനത്തിൽ നമ്മൾ തന്നെ നമ്മൾ ഉയർപ്പിക്കപ്പെടുകയും നമ്മുടെ ശരീരം ഉയർപ്പിക്കപ്പെടുകയും മാത്രമല്ല ചെയ്യുന്നത്, പുതിയ ആകാശം പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടും. എന്ന് വെച്ചാൽ ഈ ആകാശം ഈ ഭൂമിയെല്ലാം രൂപാന്തരപ്പെടും, ഈ പ്രപഞ്ചം തന്നെയും രൂപാന്തരപ്പെടും. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. പക്ഷെ ആ രൂപാന്തരം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കാനാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞത്. അങ്ങയുടെ നാമം ഞാൻ അവരറിയിച്ചു, ഞാൻ ഇനിയും അത് അറിയിക്കും. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സ്വയം സമർപ്പണം ഒരു കഴിഞ്ഞകാല സംഭവമല്ല, ഭൂതകാല സംഭവമല്ല. ഞാൻ ഇനിയും അത് അറിയിക്കുമെന്നാണ് യേശു പറഞ്ഞത്. ക്രിസ്തുവിൽ ദൈവം മനുഷ്യരെ സ്നേഹവും സമീപിക്കുകയാണ്. നിരന്തരമായി അവർക്ക് ദൈവത്തിൻ്റെ ചാരത്തണയാൻ അങ്ങനെ വഴിയൊരുക്കുകയാണ്. ക്രിസ്തുവിനെ മറ്റുള്ളവരെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയിക്കുക എന്ന് തന്നെയാണ്. നമ്മുടെ ക്രിസ്ത്യാനുഭവത്തിലൂടെ ദൈവം നമ്മിലേക്ക് വരികയും നമ്മെ തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യുകയാണ്. യോഹന്നാൻ 12:31 അത് പറയുന്നുണ്ട്, ഞാൻ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. എന്തിനാ? നമ്മിൽ നിന്ന് തന്നെ പുറത്തു കടന്ന് അവൻ്റെ അനന്ത പ്രണയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അനന്തമായ നിശ്വസനത്തിലേക്ക് മുങ്ങിത്താഴാൻ, അവൻ്റെ പ്രണയത്തിലേക്ക് മുങ്ങിത്താഴാൻ, ഞാനെന്ന സ്വാർത്ഥതയുടെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കപ്പെട്ട് സ്നേഹമെന്ന ചിരന്തന ഭാവത്തിൻ്റെ പൊരുളിലേക്ക് ആവാഹിക്കപ്പെട്ട് ഭദ്രസ്നേഹത്തിൻ്റെ ആലിംഗനത്തിൽ ലയിക്കാൻ. അതിനാണ് അവൻ അങ്ങയുടെ നാം പൂജിതമാകണമേ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് രൂപാന്തരം സംഭവിക്കുക. ഈ ഭദ്രസ്നേഹത്തിൽ ലയിച്ചുകൊണ്ടാണ് ലോകത്തിനും നമുക്കും രൂപാന്തരം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇനിയും അത് അറിയിക്കുമെന്ന് പറയുന്നത്.
പണ്ടെങ്കിൽ കഴിഞ്ഞു പോയതല്ല, ഇനിയും അറിയിച്ചു കൊണ്ടിരിക്കും സഭയിലൂടെ, നമ്മിലൂടെ. അങ്ങനെ നമുക്കും ലോകത്തിനും രൂപാന്തരം വന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്, ആ സാന്നിധ്യത്തിൽ ജീവിച്ച്, ആ സാന്നിധ്യം എന്ന് ഞാൻ പറയുന്നത് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചതുകൊണ്ട് ആവർത്തിക്കുക, ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ആ സാന്നിധ്യം അല്ല ഉദ്ദേശിക്കുന്നത്. മൂർത്തമായ രൂപത്തിൽ, കോൺക്രീറ്റ് ആയിട്ട്, അത് കൂദാശകളിലൂടെയും പിന്നെ കൂദാശ സ്വീകരിക്കുമ്പോൾ നമ്മിലും. അങ്ങനെ നമ്മളെ കാണുന്നവര് ക്രിസ്തുവിനെ വഹിക്കുന്ന സക്രാരിയായി, ജീവിക്കുന്ന സക്രാരിയായി അനുഭവപ്പെടണം. അങ്ങനെ ക്രിസ്തുവിനെ നമ്മൾ അറിയിക്കുമ്പോൾ ദൈവനാമം അറിയിക്കുകയാണ്. അതിലൂടെ ഈ പ്രപഞ്ചത്തിന് രൂപാന്തരം വരും, നമുക്ക് രൂപാന്തരം വരും. അതുകൊണ്ടാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞത്. അങ്ങയുടെ നാമം പൂജിതമാകുമെന്ന് പറഞ്ഞാൽ ക്രിസ്തു എല്ലാവരിലും വെളിപ്പെടേണ്ടതുണ്ട് എന്നർത്ഥം. ക്രിസ്തുവാണ് നാമം. അങ്ങയുടെ നാമം പൂജിതമാകേണ്ടത്, ക്രിസ്തു എന്ന നാമം ഈ ലോകത്തിൽ രക്ഷയ്ക്കാൻ നൽകപ്പെട്ട ഏകനാമം എല്ലാവരിലേക്കും വെളിപ്പെടാൻ, എല്ലാവരിലേക്കും എത്താൻ, അങ്ങനെ എല്ലാവരും ആ നാമം സ്വീകരിക്കുമ്പോൾ എല്ലാവരും രൂപാന്തരപ്പെടുകയും പ്രപഞ്ചം തന്നെയും രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇതിനെയാണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് നമ്മൾ പറയുന്നത്. ഞാൻ പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ. ഞാനിത് നിങ്ങൾ 2, 3, 4 പ്രാവശ്യമൊക്കെ കേൾക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത്. കാരണം ഇച്ചിരി കട്ടിയായ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇന്ന് പറഞ്ഞത് ക്രിസ്തു ധർമ്മപ്രവേശിക എന്ന പുസ്തകത്തിലെയും നസ്രത്തിലെ യേശു എന്ന് പറഞ്ഞ പുസ്തകം 2ാമത്തെ വാല്യത്തിൽ ഈ മഹാപുരിത പ്രാർത്ഥനയെക്കുറിച്ച് ബെനഡിക്ട് പതിനാറ് പറയുന്ന അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയുന്ന സംഗതിയുണ്ട്. നിങ്ങൾ പലരുടെ കയ്യിലും ഈ 2 പുസ്തകങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഞാനൊന്ന് എൻ്റേതായ തരത്തിൽ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കും, ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഞാൻ എൻ്റേതായ തരത്തിലൊന്ന് വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആ പുസ്തകം നിങ്ങൾ വായിക്കുക, ഈ വീഡിയോ പിന്നെയും കേൾക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറയുമ്പോൾ ഈ വികാരങ്ങളൊക്കെയും ഈ വിചാരധാരകളൊക്കെയും നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമം പൂജിതമാക്കാൻ നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.